ഓമനപ്പുഴ കടപ്പുറത്തിന്റെ ഓമനേ പൊന്നോമനേ നല്ല മുഖം ഡാ എന്നോട് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ വാങ്ങാനായിട്ട് വാങ്ങിയ നീ ഒന്നുമില്ല അവിടെ മണ്ണെണ്ണ വാങ്ങാതെ എങ്ങനെയാണ് മൂല്യം വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റത്? എൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞ് ഇനിയിപ്പോൾ രാവിലെ വൈകുന്നേരം ഇപ്പോൾ ഇത് ഇറക്കേണ്ടത് എന്താണ്ട ഈ ഓർന്ന് നോക്കിയിരിക്കണത്? എൻ്റെ അടുത്ത് പറഞ്ഞല്ലേ ഇത്? പാർട്ടിക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. നമസ്കാരമുണ്ട്. എല്ലാവരും ഇങ്ങനെ വോട്ട് പിടിക്കാനായിട്ടല്ലേ? അത് ശരി. നിങ്ങൾക്ക് ഇവിടെ എല്ലാവരും ഇങ്ങനെ വന്നിക്കണ്, ഒരുമിച്ച് വന്നേക്കണത്. എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഒരുമിച്ച് വോട്ട് പിടിക്കാം. നമുക്ക് ഓരോ വോട്ടുകളിലും ഇപ്പൊ എല്ലാവർക്കും കൂടി ചെയ്യാൻ എന്താ നമ്മുടെ പേരെന്താണ്? ഇവിടെ നിങ്ങളുടെ മൈക്കൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ? അത് ശരി, അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടാ? അപ്പൊ മൈക്കിൽ കേക്കട്ടെ. എന്താണ് പേരെന്താണ്? എന്റെ പേര് അലി എന്നാണ്. അലി. നമ്മളൊക്കെ നേരത്തെ പരിചയക്കാരല്ലേ? എല്ലാവരും അറിയാൻ വേണ്ടിട്ട് നമ്മൾ പറഞ്ഞാണ്. അപ്പൊ എന്താണ് ഇവിടെ പാർട്ടിയുടെ പരിപാടി എന്തൊക്കെയാണ്? ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നുണ്ട്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം സാജും നമ്മുടെ മത്സ്യമേഖലയിലുള്ള സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് മത്സ്യത്തൊഴിലാളികളൊക്കെ സജ്ജരാക്കുക. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടാ? ഞങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ തുടർച്ചയായിട്ട് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 10 വർഷമായിട്ട് എനിക്ക് എതിരില്ല. 10 വർഷമായിട്ട് എതിരില്ല എന്ന് മാത്രമല്ല, നല്ല മഹാഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ചാവക്കാട്. ശരിയാണോ? ഞാനിപ്പോ അത് പ്രത്യേകം പറയാൻ പറ്റില്ല. ഞാൻ നമ്മുടെ കൂടെ വിസിറ്ററായിട്ട് വന്നതാണ്, ഇവിടുത്തെ നാട്ടുകാരനല്ല. ഇവിടെയൊക്കെ നാട്ടുകാരാ? നമ്മളെ ഇവിടുത്തെ നാട്ടുകാരാ? നമ്മുടെ കൂടെ ഇവിടെയൊക്കെ കടലിൽ വരുന്ന ആൾക്കാരല്ലേ? എന്താ പേര്? നമ്മള് കണ്ടിട്ടില്ലല്ലേ കടപ്പുറത്തുനിന്ന്? ഉണ്ടാവും. നമ്മള് വരത്തനല്ലേ ഇവിടെ? ശരി. അപ്പൊ നിങ്ങള് ഇന്ന് പോയില്ലേ? ഇന്ന് പോയിട്ടില്ല, ഭയങ്കര കാറ്റാണ്. കാറ്റാ? എവിടെ കാറ്റ്? കണ്ടില്ലേ? ഒന്നും പറയാണ്ട് വലിയ തെളിവാണ് തുമ്പി പറഞ്ഞത്. തുമ്പി ഉണ്ടെങ്കിൽ നിങ്ങള് പോവില്ല. ശരി, നല്ല കാര്യമാണ്. എന്താണ് ഇവിടെ ഇവര് പറയണത്? ഇവിടെ ഭയങ്കര വികസനം, ആശുപത്രിക്കാർ പറയുന്നത് നല്ല കാര്യങ്ങളാണ്. നല്ല ചെയ്തവർക്ക് നല്ലത് കിട്ടും. കൊടുക്കുന്നുണ്ടോ? നല്ല കാര്യങ്ങളെ കൊടുക്കും. ഇവിടെ ഈ ട്രോളിംഗ് നിരോധനമൊക്കെ ഉണ്ടായില്ല നമുക്ക്. അപ്പൊ അതിനകത്ത് ഇവർക്ക് സൗജന്യ റേഷനൊക്കെ തന്നാ? ചിലർ കിട്ടിയിട്ടുണ്ട്, യുക്തിയുള്ളവർ ഞങ്ങൾക്ക് മേടിച്ചിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ നഗരസഭക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ കഴിഞ്ഞ 91 മുതൽക്ക് നടപ്പാക്കിയ നയം ഈ മേഖലയിലെ നാശത്തിലേക്കാണ് വിധിച്ചിട്ടുള്ളത്. ഈ ട്രോളിംഗ് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഹാർബറിന്റെ കാര്യത്തിലൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് നല്ല രീതിയിൽ തീരുമാനങ്ങൾ വന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയം അതിനൊരു തടസ്സമായി നിൽക്കുന്നത് കൊണ്ടാണ് ആ മേഖലയിൽ വലിയ പുരോഗതി ഇല്ലായത്. അത് മാത്രമല്ല, ഈ മേഖലയിൽ വീണാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കിയപ്പോൾ മത്സ്യത്തൊഴിലാളികളെ ഇവിടുന്ന് ആട്ടിപ്പായിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ എല്ലായിടത്തും സംജാതമായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ ഇവിടുത്തെ തൊഴിലാളികൾ നിലനിൽപ്പിന്റെ പ്രശ്നമാണോ? നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെയാണ്. പേരെന്താണ്? എന്റെ പേര് നാസർ. നമ്മള് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. അതെ, ശരി. ഇപ്പൊ നമ്മുടെ കോൺഗ്രസിലെ മൊത്തത്തില് ഇപ്പൊ ഇന്ന് സുധീരനൊക്കെ പറഞ്ഞ് വിവാദശല്യം ഉണ്ടെന്ന് ഒരുപാട്. ചാവക്കാട് നഗരസഭയിൽ അങ്ങനെ വിവാദശല്യം ഇല്ല. ഇവിടെ ഒരു പ്രശ്നമില്ല. ഒറ്റക്കെട്ടായി കൊണ്ട് വിജയിക്കുക തന്നെ ചെയ്യും. മുസ്ലിം ലീഗ് എല്ലാവരും ഒറ്റക്കെട്ടാണ്. എല്ലാ ആളുകളുണ്ട്, എല്ലാ ആൾക്കാരുണ്ട് ഇവിടെ. മുസ്ലിം ലീഗിന്റെ ആളാണ്. സ്ഥാനാർത്ഥിയല്ല, പ്രവർത്തകൻ, സജീവ പ്രവർത്തകൻ. എവിടെ വർക്ക് ചെയ്യണത്? ഞാൻ മറ്റേ പുന്നൂർക്കുളം പഞ്ചായത്തുകാരനാണ്. പക്ഷെ മത്സ്യത്തൊഴിലാളി യൂണിയന്റെ ജില്ലാ പ്രസിഡന്റാണ്. ലീഗിന്റെ നിയോജകമണ്ഡലം ട്രഷററാണ്. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം കൈവരിക്കും. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇടതുപക്ഷ മുന്നണി നടത്തിയ ഭരണത്തിന്റെ ഗതികേട് ഇവിടുത്തെ ആളുകൾക്ക് അറിയാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവര് അവകാശപ്പെടുന്ന പോലെ ഒന്നുമില്ല, ഒരു വികസനവും നടന്നിട്ടില്ല. ആകെ നടത്തിയത് തന്നെ മറ്റേ ബസ് സ്റ്റാൻഡിന്റെ ഒരു ചെറിയ വികസനം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. മാലിന്യ പ്രശ്നം, അതുപോലെ തന്നെ ചാവക്കാട് ബീച്ചിന്റെ വികസന പ്രശ്നം തുടങ്ങി നിരവധി പ്രശ്നങ്ങളുണ്ട്. മത്സ്യത്തൊഴിലാളി മേഖലയിലാണെങ്കിൽ ഈ ഗവൺമെന്റ് ചെയ്തത്ര ഏത് ഗവൺമെന്റ് ചെയ്തിട്ടുള്ള? കേരളത്തിലെ ഗവൺമെന്റിനെ പോലെ ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ഏതാണുള്ളത്? മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് മത്സ്യ ലഭ്യതയുടെ കുറവാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് അല്ല, കേന്ദ്ര ഗവൺമെന്റ് തന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് മീനാകുമാരി കമ്മീഷൻ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ ട്രോളിംഗ് നിരോധനം വേറെ, ഈ മീനാകുമാരി കമ്മീഷൻ പറയുന്ന വിദേശ ട്രോളിംഗ് സമ്പ്രദായം ഇവിടെ കൊണ്ടുവരുന്നത് വിഷയം വേറെ. ഇവിടെ മൻമോഹൻ സിംഗ് വരച്ചപ്പോഴും വിദേശ ട്രോളിംഗ് ഉണ്ടായിരിക്കാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ മീനാകുമാരി കമ്മീഷൻ വന്നപ്പോഴാണ്
പരിധി ലംഘിച്ചുകൊണ്ട് 100 മീറ്റർ വരെ ഉള്ളിലേക്ക് കടന്നു വരാൻ പറ്റാത്ത തൊട്ടടുത്ത് വരെ വന്ന് മറ്റു മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി. അങ്ങനെ വന്നപ്പോൾ ഈ ഗവൺമെന്റാണ് ഏറ്റവും ശക്തിയായിട്ട് എതിർത്ത്, തൊഴിലാളികളെക്കാൾ കൂടുതൽ. ഗവൺമെന്റ് ഒരു കാരണവശാലും അത് അനുവദിക്കില്ല. കൃത്യമായി കേന്ദ്ര ഗവൺമെന്റ് നയത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ശരിയാണോ? ഈ മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയത് കോൺഗ്രസ് ഗവൺമെന്റാണ്. അതിന് കമ്മീഷൻ റിപ്പോർട്ടിന്റെ നിയമം കൊണ്ടുവന്നതും അതേപോലെ ആ കമ്മീഷൻ മീനാകുമാരി കമ്മീഷനെ നിയമിച്ചത് UPA ഗവൺമെന്റ് ആണ്, മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ്. അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അത് നടപ്പാക്കിയ എന്ന ഒരു BJP ഗവൺമെന്റ് അതിന്റെ ഒരു നാണയത്തിന്റെ 2 വശം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഒന്നും അതിനെ തടയിട്ടു എന്നൊക്കെ എൻ്റെ സുഹൃത്ത് മുമ്മുനിക്ക് പറയണതിൽ ഒരു അർത്ഥമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഗവൺമെന്റ് വിദേശ ശക്തികൾക്കും അതേപോലെ തന്നെ കുത്തക മുതലാളിമാർക്കും ഒപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആയതുകൊണ്ടാണ് ഈ തൊഴിലാളികളെ വഞ്ചിക്കുന്നത്. ശരിയാണ് അവര് പറഞ്ഞത്. അതായത് ഇപ്പോ മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഇതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് പല കമ്മീഷനുകളും വെച്ചിട്ടുണ്ട്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട ആ വിഷയവുമായി ബന്ധപ്പെട്ട പഠിക്കാനുള്ള അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരാണ്. ആ വിദഗ്ധർ റിപ്പോർട്ട് ചെയ്യുന്ന കമ്മീഷൻ റിപ്പോർട്ടുകളെല്ലാം നടപ്പിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഇവിടെ അംഗീകരിച്ചല്ലോ. നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്ത് വന്നപ്പോൾ അവിടെയുള്ള ജനങ്ങൾ എതിർത്തല്ലോ, കോൺഗ്രസ് എതിർത്തല്ലോ, മുസ്ലിം ലീഗ് എതിർത്തു, എല്ലാ ആളുകളും എതിർത്തു. അതുകൊണ്ട് ആ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കൽ ഫ്രീസ് ചെയ്തു. അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ മീനാകുമാരി കമ്മീഷൻ ഈ തീരപ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കമ്മീഷൻ വെക്കുന്നത്, അല്ലാതെ കടലടച്ചു പൂട്ടാനല്ല. അപ്പൊ നമ്മുടെ പ്രദേശത്തെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നത് അതാണ്, കടലും കുടിലും നമ്മൾ അടച്ചുപൂട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കടലിന്റെ മത്സ്യലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നടപടി എടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് ആ മീനാകുമാരി എന്ന് പറയുന്ന ഈ മത്സ്യമേഖലയിലുള്ള ഈ പറയുന്നത് പോലെയല്ല മത്സ്യമേഖലയിലുള്ള ഒരു വിദഗ്ധയാണ് ഈ കമ്മീഷന്റെ ചെയർമാനായി കൊണ്ടുവച്ചത്. ഇതിന്റെ പേരിലുള്ള കുമാരിയാണ് പ്രശ്നം. അതന്നെ. എവിടെ പോയാ ഇപ്പൊ ഈ മത്സ്യബന്ധന മേഖലയിൽ ഭയങ്കര പ്രശ്നങ്ങളാണെന്ന് ഇവര് പറയുന്നത്. മത്സ്യബന്ധന മേഖലയിൽ ഇപ്പൊ കടലിൽ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടാനില്ല, കടലില് വറുതിയാണെന്നാണ് പറയുന്നത്. എനിക്ക് ഒരു വർഷത്തോളമായി, ഒരു വർഷമല്ല 1.5 വർഷത്തോളമായിട്ട് എനിക്ക് ജോലിയില്ല. കാരണം വെച്ചാൽ ഇവിടെ ഏറ്റവും നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യലഭ്യത ഉണ്ടായിരുന്ന ഒരു കടപ്പുറമാണ് ഇപ്പൊ തങ്ങളപ്പുറം. ഇപ്പൊ തങ്ങളപ്പുറത്ത് 1.5-2 വർഷമായിട്ട് മത്സ്യം വളരെ കുറവാണ്. അത് കാരണം വെച്ചാൽ ഈ ട്രോളിംഗ് ഒക്കെ തന്നെയാണ്. ശരി. അപ്പൊ ഇങ്ങനെ ഈ കോൺഗ്രസിന്റെ ആളല്ലേ, ഈ കോൺഗ്രസിൽ ഇപ്പൊ ഈ ഇടയ്ക്ക് കുറച്ച് രാഷ്ട്രീയപരമായിട്ട് ചില അക്രമ സംഭവങ്ങൾ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ചില കൊലപാതകങ്ങളൊക്കെ നടന്നു. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിലെ ബാധിക്കാൻ സാധിക്കും? ഒരു കാരണവശാലും ബാധിക്കില്ല. നമുക്കറിയാം ദുഃഖകരമായിട്ടുള്ള സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കുടുംബത്തിലെ ആളുകളടക്കം KPCC ബഹുമാനപ്പെട്ട VM സുധീരൻ അവിടെ വന്നുകൊണ്ട് അവരെ വിഷമങ്ങൾ ഏറ്റുകൊടുത്തിട്ടുണ്ട്. ആ കുടുംബത്തെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 100% ആ വാക്ക് പാലിക്കുന്ന രീതിയിലുള്ള നടപടികൾ നടത്തിയത് ഈ രാജ്യത്തുള്ള എല്ലാ ആളുകളും കണ്ടതാണ്. ആ കുടുംബത്തിലെ ആളുകൾ തന്നെ, ആ കുടുംബത്തിലെ സഹോദരങ്ങൾ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി വളരെ ശക്തമായ രീതിയിൽ ഈ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഈ കൊലപാതക രാഷ്ട്രീയത്തിന് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഈ വീടാന്തരം വോട്ടുമായി ബന്ധപ്പെട്ട് കയറി ഇറങ്ങുമ്പോൾ അവരുടെ സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിന്റെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഈ നമ്മുടെ ഈ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന PM നാസർ ആ കൊലക്കത്തിക്ക് ഇരയായ അനീഫയുടെ ബോഡി അടക്കം കാണാൻ അവിടെ പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇവിടുത്തെ ജനം അത് വിജയിക്കാൻ പോകുന്നത്. അത് ശക്തമായ കൊലപാതക പ്രതിഷേധം തന്നെയാണ്. ശരിയല്ല. മാത്രല്ല 51 വെട്ടിയിട്ട് രാഷ്ട്രീയ എതിരാളികളെ നിഷ്ഠൂരമായി വെട്ടിക്കൊന്ന ഈ CPM-ന് അതിനെക്കുറിച്ച് പറയാൻ തന്നെ അർഹതല്ല. മാറി വെട്ടി കയ്പമംഗലത്ത് വെട്ടി. ഈ രാജ്യത്ത് നടന്ന നിരവധി കൊലപാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇന്നലെ തന്നെ ബാലകൃഷ്ണൻ പറഞ്ഞത് 4 ലക്ഷത്തി ചില്ലറ ആളുകൾ ഞങ്ങൾ കേസിലെ പ്രതികളാണ്, ഞങ്ങളെ പ്രവർത്തകർത്താണ് പറഞ്ഞത്. 4 ലക്ഷം പ്രവർത്തകർ ഒരു വിവിധ ക്രിമിനൽ കേസിലെ പ്രതികളാണെങ്കിൽ ആ പാർട്ടി ക്രിമിനൽ പാർട്ടി എന്നാ പറയേണ്ടത്. എന്താ പറയുക, നിങ്ങൾ പുതിയ വോട്ടുള്ള ആളാണ്, നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടതിന് മുമ്പ്? പ്രവാസികളാണ്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ എന്താണ്? പ്രവാസികൾക്ക് വോട്ടവകാശം കൊടുക്കുമെന്ന് പറഞ്ഞു, പിന്നെ കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഒരു അടവാണ് അത് കൊടുക്കാണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം. CPM അല്ലേ ഇപ്പൊ ഉമ്മൻചാണ്ടി ആണെങ്കിലും CPM എതിർക്കുണ്ടാവില്ല അതിനെ കുറിച്ച്. എല്ലാവരും എതിർക്കുന്നുണ്ട്. എല്ലാരും ഒന്നുമല്ല, കാരണം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വോട്ട് വേണമെന്ന് പറഞ്ഞു. അതേപോലെ ജൽപുള്ളികൾക്ക് വോട്ട് വേണമെന്ന് സംസ്ഥാന സെക്രട്ടറിയാ. അത് കൊടിയേരല്ലോ, ജയിൽപുള്ളികൾക്കും വോട്ട് വേണമെന്ന് കൊടിയേരി പറഞ്ഞില്ലേ. അവരും മനുഷ്യരല്ലേ, അവർക്ക് വോട്ട് ചെയ്യട്ടെ. അതെങ്ങനെയാണല്ലോ ഏറ്റവും കൂടുതൽ ജയിലെടുക്കുന്നത് CPM-ന്റെ പ്രവർത്തകർ.
അതുകൊണ്ടാണ് out. UDF വോട്ടുകളൊക്കെ പ്രവാസത്തിലും CPM വോട്ടുകളൊക്കെ ജയിലിലാണെന്നാണ് പറഞ്ഞത്. വേറെ ഒന്നുമില്ല. UDF വോട്ടുകൾ അവിടെ നിന്ന് വരുമ്പോൾ CPM വോട്ടുകൾ. നേരത്തെ ഒരു കാര്യം ചോദിച്ചു, മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി ഇവിടുത്തെ ഗവൺമെന്റ് എന്ത് ചെയ്തു? കഴിഞ്ഞ LDF ഗവൺമെന്റ് ഈ പുത്തങ്കളപ്പുറം പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ കൊടുത്തിട്ട് 80 ലക്ഷം രൂപയുടെ കടാശ്വാസം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളിക്ക് എഴുതി തള്ളിയ ഒരു ഗവൺമെന്റ് ആണ് അന്നുണ്ടായിരുന്നത്. ഈ പുത്തങ്കളപ്പുറം സെന്ററിൽ വെച്ചിട്ട് കഴിഞ്ഞ LDF സർക്കാർ ഈ പുത്തങ്കളപ്പുറത്ത് വെച്ചിട്ട് 80 ലക്ഷം ഇവിടുത്തെ സാധാരണ തൊഴിലാളികൾ എടുത്ത കടബാധ്യതകൾ ഇവിടെ വെച്ച് ബഹുമാനപ്പെട്ട KV അബ്ദുൽ ഖാദർ MLA നേതൃത്വത്തിൽ ഇവിടെ എഴുതി തള്ളിയിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. നിങ്ങൾ ആ പൈസ അടക്കേണ്ടതില്ല. ഇന്ന് എന്താ മത്സ്യമേഖലയിലുള്ള സ്ഥിതി? പണിക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് മത്സ്യത്തൊഴിലാളികൾ. 20 നോർക്കറ്റിക്കൽ മൈൽ അകലെ പോയിട്ട് മീൻ പിടിക്കണം എന്നാണ് മീനാകുമാരി കമ്മീഷൻ എടുത്തു പറയുന്നുണ്ട്. എന്ത് പറയുന്നു? ട്രോളിംഗ് തെന്നൂരിൽ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ട്രോളിങ്ങിന്റെ വിദേശ നിയമത്തിന്റെ ഭാഗമായിട്ട് 1412 വിദേശ കുത്തക കമ്പനികൾക്ക് ലൈസൻസ് കൊടുത്തിട്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ ഈ കടപ്പുറത്തുള്ളത്. അറിയില്ലേ? 1990 ഇവിടെ മൻമോഹൻ സിംഗ് ഒന്നുമില്ല. കേരള മത്സ്യത്തൊഴിലാളി തീരദേശ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം എല്ലാ പ്രദേശങ്ങളിലും രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ മണ്ഡലങ്ങളിലും 2 കോടി രൂപ വെച്ചിട്ട് ഒരു മത്സ്യ ഗ്രാമത്തിന് കൊടുക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫിഷ് ലാൻഡിംഗ് സെന്റർ. അതിന്റെ ഭാഗമായിട്ടാണ് പുത്തങ്കടപ്പുറം മത്സ്യത്തൊഴിലാളി ഇവര് പറയുന്നത്. സുരേന്ദ്രൻ, ഞാൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി. കടാശ്വാസം നിയമം എന്ന് പറയുന്ന ഒരു പദ്ധതി കടലാസിലൊരുക്കി അർഹമായ ഫണ്ട് പദ്ധതി ബഡ്ജറ്റ് വിഹിതത്തിൽ വെക്കാതെ പോയിട്ട് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. ഈ കോർപ്പറേഷൻ ഭരിക്കുന്നത്, മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് LDF ആയതുകൊണ്ട് ഫണ്ട് LDFന് അനുവദിക്കാതിരിക്കുന്നുണ്ടോ? അങ്ങനെയല്ല. 25,336 കോടി രൂപ, 25,336 കോടി 60 ലക്ഷം രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകി കേരളത്തിന്റെ മുക്കും മൂലയിലും സമഗ്രമായ വികസനം സമസ്ത മേഖലയിലും സംജാതമാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മുന്നണിയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. AICC വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ഇവിടെ ബ്ലാങ്ങാട് കടപ്പുറത്തു. അദ്ദേഹം മത്സ്യത്തൊഴിലാളികളുമായി ഭക്ഷണം കഴിക്കുകയും മീൻ കഴിക്കുകയും അവരുടെ കോളനി സന്ദർശിക്കുകയൊക്കെ ചെയ്തു. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും മീൻ അവർ വെച്ചതാണ്, അത് പുറത്തുനിന്ന് കൊണ്ടുവന്നാണ്. അതാണ് പുറത്തുനിന്ന് കൊണ്ടുവന്നു പറയുന്നത്. ഇവർ വെച്ചതെന്ന് പറയുന്നത് അപ്പൊ ആര് വെച്ച മീനാണ് അത് കഴിച്ചു. രാഹുൽ ഗാന്ധി അവരെ പ്രയാസങ്ങളൊക്കെ നേരിൽ കണ്ടു. അവിടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു അവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണം, ഒറ്റ വീടുകളാക്കുകയും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്നും നിലവിലുള്ള വീടുകൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി പൈസ അനുവദിക്കണം പറഞ്ഞു മുഖ്യമന്ത്രി ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് അത് പ്രഖ്യാപിച്ചു. പക്ഷെ ഇന്ന് വരെ ഒരു ഉറുപ്പ്യ പോലും ആ കോളനിക്കോ ആ പ്രദേശത്തോ ഈ കോളനിയിലുള്ള ആൾക്കാർ പറയട്ടെ അവർക്ക് എന്തെങ്കിലും കിട്ടിയോ? കിട്ടിയില്ല. കൊലപാതകത്തെ പറഞ്ഞു. കൊലപാതകം ഏത് കൊലപാതകത്തെ നമ്മൾ എന്ത് ചെയ്യണം? അപലപിക്കണം. സർവ്വകാലം ആദരിക്കപ്പെടുന്ന സ്നേഹിക്കപ്പെടുന്ന ഹനീഫയെ വളരെ നിഷ്ഠൂരമായി സ്വന്തം പാർട്ടിക്കാരുടെ കടാരക്കരയായി പിടഞ്ഞു വീണ് മരിച്ച ഹനീഫയാണ്. ആ കൊലപാതകം ഈ തെരഞ്ഞെടുപ്പിൽ ചാവക്കാട് നഗരസഭയിലെ ആ പ്രദേശത്ത് മാത്രമല്ല 32 വാർഡിലും പ്രതിഫലിക്കും. എന്തുകൊണ്ടെന്നാൽ അതൊരു നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ്. ഞാൻ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽപ്പെട്ടതാണല്ലോ ഈ തൃശ്ശൂരില് യുവ നേതാക്കന്മാര് ഷട്ടൂരിയതിനെ പറ്റിയിട്ട് ചെറിയാൻ ഫിലിപ്പ് ഒരു പ്രസ്താവന നടത്തി. അത് ഇപ്പോൾ വളരെയധികം വിവാദമായിട്ടുണ്ട്. മഹിളാ കോൺഗ്രസ് ഒക്കെ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവര് വളരെ പ്രക്ഷോഭമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾക്ക് പറയുന്നത്? പണ്ട് വളരെ മ്ലേച്ഛവും നിന്ദ്യവും നീചവുമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അത്. അത് കേരളീയ സമൂഹം തള്ളിക്കളയേണ്ടതാണ്. അതാർക്കും സ്വീകരിക്കാൻ തീർച്ചയായിട്ടും. ഇത് ഞങ്ങളതിനെ കാണുന്നത് വളരെ മോശമായ ഒരു അവസ്ഥയിലാണ്. കോൺഗ്രസിന്റെ ആദരണീയനായ നേതാവായിരുന്നു ചെറിയാൻ ഫിലിപ്പ്. ആന്റണി സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒപ്പം പ്രവർത്തിച്ച പരിചയ പാരമ്പര്യമുള്ള ഒരു നേതാവാണ് ചെറിയാൻ ഫിലിപ്പ്. ചെറിയാൻ ഫിലിപ്പ് അങ്ങനെ പറഞ്ഞതിൽ വലിയ അത്ഭുതം എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാച്ചാൽ അതിന്റെ കൂടെ കിടക്കണക്കെ രാപ്പനി അറിയൂ എന്ന് ഉള്ളത് കൊണ്ട് ആ വിഷയം ചെറിയാൻ ഫിലിപ്പ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അത് കറക്റ്റ് ചെയ്യുന്നത്. ചെറിയാൻ ഫിലിപ്പിന് ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. കോൺഗ്രസിനകത്ത് നടക്കുന്ന ഇത്തരത്തിലേക്ക് സ്ഥാനാർത്ഥിയാവാനും അതേപോലെ സ്ഥാനമാനങ്ങൾ നേടാനും കോൺഗ്രസ് ഏത് വൃത്തികെട്ട പണിയും ചെയ്യും എന്ന കാര്യത്തിൽ നമ്മളെക്കാൾ കൂടുതൽ പരിചയവും ഭരിക്കാനുമുള്ള നേതാവാണ് അദ്ദേഹം. അത് പറഞ്ഞത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞത് വളരെ ചീപ്പായിട്ടുള്ള മനുഷ്യൻ തന്നെയാണ്. ആ ചീപ്പിനെ തലേ കയറ്റിയ ആളുകളാണ് ഇവര്. ആ സമയത്ത് സീറ്റ് കിട്ടാതെ പോയപ്പോ
സ്വന്തം ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ആളുകളെ മാറ്റി നിർത്തി CPM-ന് വേണ്ടി LDF-ന്റെ സ്ഥാനാർത്ഥിയെ ചെറിയാൻ ഫിലിപ്പിനെയാണ് മത്സരിപ്പിച്ചത്. അത്തരം അധപ്പതിച്ച UDF-ന്റെ അകത്തുള്ള എന്തെങ്കിലും വേസ്റ്റുകളെ എടുത്തുകൊണ്ട് മത്സരിപ്പിക്കാൻ നടക്കുന്ന ഒരു അധപ്പതിച്ച പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. പിന്നെ മരണത്തെക്കുറിച്ച് പറഞ്ഞത്, ഇവിടെ CPM പരമാവധി അനീഫ കൊലപാതകം മുതലെടുക്കാൻ ശ്രമിച്ചതാണ്. സഖാവ് പിണറായി വിജയൻ വന്നിട്ട് അനീഫയുടെ മക്കളെ താലോലിച്ചതാണ്. ഇതൊക്കെ എല്ലാവരും കണ്ടതാണ്. എല്ലാവർക്കും അറിയാം സഖാവ് പിണറായി വിജയൻ എത്രത്തോളം നല്ല മനുഷ്യനാണെന്നും ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് 10-51 വർഷക്കാലം പണിയെടുത്ത് കൊടി പിടിച്ച് പ്രസ്ഥാനങ്ങൾ നടത്തി പ്രസംഗിച്ച് നടന്ന TP ചന്ദ്രശേഖരന്റെ വീടൊന്ന് പോയി സന്ദർശിക്കാൻ എന്തേ കഴിഞ്ഞില്ല? എന്തേ മനുഷ്യത്തോടെ പോയോ? മനുഷ്യത്തോടെ പോയ ആള് മാറിപ്പോയി വെട്ടിയ നവാസിന്റെ വീടൊന്ന് സന്ദർശിക്കാൻ എന്താണ് അതിന്റെ കാരണം? സ്വന്തം പാർട്ടി. ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായത് 1, 2, 3 കൊലപാതകമല്ല. അയ്യന്തോളിൽ സ്വന്തം ഭാര്യയുടെയും സ്വന്തം അമ്മയുടെയും മുന്നിൽ വെച്ച് ലാൽജി, മധു ഈച്ചരത്ത് ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി. ഒരാളൊരു പ്രതികരണം ഉണ്ടാക്കിയിട്ടില്ല. തുടർച്ചയെന്നോണം ഗ്രൂപ്പ് വഴക്കിന്റെ അവസാനത്തെ കണ്ണി എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയിൽ AC അനീഫയെ സ്വന്തം ഉമ്മയുടെ മുന്നിൽ വെച്ചിട്ട് കാബാലിൽ കുത്തി മലർത്തിയപ്പോ ഞങ്ങളെ പോലത്തെ CPI ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നോക്കി നിൽക്കണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അത് നടക്കില്ല. പിണറായി വിജയനും ഈ കൊലപാതകങ്ങളോട് ഐക്യമുന്നണി നിങ്ങൾ ചന്ദ്രശേഖരനെ കൊന്നപ്പോ കുലംകുത്തികളെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ആ മരിച്ച ചന്ദ്രശേഖരനെ പോലും കുലംകുത്തി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ആ കൊലപാതകത്തെ ന്യായീകരിക്കുകയും ചെയ്ത് UDF തള്ളിപ്പറയുകയും ചെയ്ത്. അവിടെയാണ് പ്രശ്നം. ഈ മത്സ്യത്തൊഴിലാളികളുടെ വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇവിടെ മറ്റേ അടുത്തുള്ള കടപ്പുറത്തൊക്കെ വിദേശ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള തൊഴിലാളികൾ വന്ന് പണിയെടുക്കുകയും അവര് ചില പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു പരാതി ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. അതിനെപ്പറ്റി എന്താണ് സാഹിബിന് പറയുന്നത്? ഈ മൊത്തത്തില് എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാല് ഈ സർക്കാരുകളുടെ ഈ സമീപനം കാരണം നേരെ ചൊവ്വ ഒരു വഞ്ചി പോയിട്ട് കടലിൽ നിന്ന് മീൻ പിടിക്കാൻ കഴിയുന്നില്ല. കാരണം പലപ്പോഴും ഇതിനെ ഇടിച്ചു തകർക്കുന്നതൊക്കെ പത്രത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇടിച്ചു തകർക്കുന്നത് ഇതിനെന്താ കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഈ പരിധി വിട്ടുള്ള ഈ അനുവാദമാണ് വിദേശ കമ്പനികൾക്കുള്ള. ഈ വിദേശ കമ്പനികൾ സ്വദേശികൾക്ക് ശത്രുക്കളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. അതായത് അവർ 2 കാര്യമാണ് അത് ചെയ്തത്. ഒന്നാമത് ഈ കടലിലെ മത്സ്യസമ്പത്ത് എന്തുകൊണ്ട് ഇല്ലാതാകുന്നു അതൊന്ന് ചിന്തിക്കണം. അതാരും പഠിക്കണില്ലല്ലോ. എന്തുകൊണ്ട്? കാരണം അവർ ചെയ്യുന്നത് നമ്മൾ TV-യിലൊക്കെ കാണുന്നതാണ്. അവരൊരു കടലിൻ്റെ ഭാഗം വലിയ വിശാലമായ വല കൊണ്ട് അരിച്ച് ആ സാധനം അങ്ങനെ കപ്പലിലേക്ക് കൊട്ടുന്ന കണ്ടില്ലേ? അതിൽ നിന്ന് അവർ തിരഞ്ഞെടുക്കുന്ന ഏതാനും മത്സ്യമാണ് എടുക്കുന്നത്. ബാക്കി എല്ലാം ചത്തു കടലിൽ പോകണം. അങ്ങനെ ഒരു കാര്യമായിട്ട് മത്സ്യസമ്പത്ത് ഇല്ലാതാകുന്നതിന്റെ പ്രധാന കാരണം അതാണ്. എന്ത് ചെയ്യാൻ പറ്റും? അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും? സർക്കാർ കർശനമായിട്ട് അവർക്ക് പരിധി നിശ്ചയിക്കണം. ഇത് നമ്മുടെ നാട്ടിൽ ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്, കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. അപ്പൊ ഈ BJPയുടെ അടുത്ത് ഉമ്മൻചാണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ BJP ഗവൺമെന്റ് കേൾക്കില്ല. ഉമ്മൻചാണ്ടിയുടെ അടുത്ത് നമ്മള് പറഞ്ഞു. പക്ഷെ നമുക്ക് ശക്തമായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗിച്ച് വേണ്ടി വന്നാൽ ജനങ്ങളെ സംഘടിപ്പിച്ച് ഇതിനെതിരെ പ്രവർത്തിക്കണം. വേണ്ടി വന്നാൽ വഞ്ചി ഇറക്കി പോകണം. പോയിട്ട് മരിക്കാൻ തയ്യാറാണ്. ഞാനൊക്കെ വയ്യെങ്കിലും ഞാനും തയ്യാറാ. ഞങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങള് കാലങ്ങളായിട്ട് ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ്. കേന്ദ്ര നിലവാരത്തിൽ ഒരു ഫിഷറീസ് മന്ത്രിനെ പോലും വെക്കാൻ ഇതുവരെ ഈ UDF ഗവൺമെന്റിനോ ഇപ്പം നിൽക്കുന്ന BJP ഗവൺമെന്റിനോ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ നിരന്തരമായി വർഷങ്ങളായിട്ട് ഉന്നയിക്കുന്ന മത്സ്യത്തൊഴിലാളി പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പറയാൻ കൃഷി വകുപ്പിൽ കൊണ്ടുപോയിട്ടാണ് ഈ മത്സ്യമേഖലനെ കൊണ്ടുപോയി കെട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ആരോട് പറയും? ഇവിടെ ഇറ്റാലിയൻ കപ്പൽ വന്നിട്ട് 2 മത്സ്യത്തൊഴിലാളി ഇടിച്ചു കൊന്നു. എന്താ ഇപ്പം നടക്കുന്നത്? ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്താ? ആരെയൊക്കെയെങ്കിലും എന്തെങ്കിലും പ്രതിഷേധമുണ്ടോ? മത്സ്യത്തൊഴിലാളികൾ വായ തോരാതെ സംസാരിക്കുന്നുണ്ടല്ലോ. ഈ മണ്ണെണ്ണ സബ്സിഡി വെട്ടിക്കുറച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി മീൻ പിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നിരിക്കുന്നു. ആരാ ഇതിന് പ്രതിഷേധിക്കുന്നത്? ഞങ്ങൾ കേരളം മുഴുവൻ ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രതിഷേധത്തിനായിട്ട്. മണ്ണെണ്ണ വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കാൻ പോയത് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും
ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദനും കൂടെയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയോടുകൂടി കേരളത്തിലെ മണ്ണെണ്ണ തോത് വെട്ടിക്കുറക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം കേന്ദ്ര ഗവൺമെൻറ് എടുത്തപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാനും ആവശ്യപ്പെടാനും കേരളത്തിലെ 2 സമുന്നത നേതാക്കളാണ് പോയത്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ വിദേശ ട്രോളറുകളുടെ ആഗമനവും മത്സ്യബന്ധന പരിധി നിശ്ചയിച്ചതും ദേശീയ തലത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് 22 നോട്ടിക്കൽ മൈൽ ദൂരമാണ് മത്സ്യബന്ധനത്തിന് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനം ഞങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് അതിൻ്റെ അപ്പുറത്ത് പോയി മത്സ്യബന്ധനം നടത്തിയാലേ ഉപജീവന മാർഗം നടക്കുകയുള്ളൂ എന്നതിൻ്റെ പേരിൽ കേരളത്തിലെ 530 കിലോമീറ്റർ ദൂരദൈർഘ്യമുള്ള 224ഓളം വരുന്ന മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിലെ ലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷയായി മാറിയ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ടി എം പ്രതാപൻ MLA നേതൃത്വത്തിൽ 22 നോട്ടിക്കൽ മൈലിനപ്പുറത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ച് മത്സ്യബന്ധനം നടത്തി. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോയി ആ അതിർത്തി ലംഘനം സമരം നടത്തിയപ്പോഴത്തേക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ആ നിയമനം പിൻവലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിപ്പോ പറഞ്ഞത് കേന്ദ്രത്തിലൊരു കൃഷിമന്ത്രി വേണമെന്ന് ദീർഘകാലമായിട്ട് ഉന്നയിച്ചു ഫിഷറീസ് വകുപ്പ് മന്ത്രി. പ്രധാനമന്ത്രി സ്ഥാനം കൊടുക്കാൻ വേണ്ടി വേണ്ട അതിന് പോയ പാർട്ടിയത് പ്രധാനമന്ത്രി സ്ഥാനം. കഴിഞ്ഞ LDF സർക്കാർ VS അച്യുതാനന്ദൻ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഈ മത്സ്യമേഖല 4 നിയമങ്ങൾ കേരളം ഉണ്ടായതിനു ശേഷം ഉണ്ടാക്കിയിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സഖാവ് S ശർമ്മയുടെ നേതൃത്വത്തിൽ 4 നിയമങ്ങൾ കൊണ്ട് മത്സ്യത്തൊഴിലാളി സംരക്ഷിക്കുന്ന ട്രോളിംഗ് സമയത്ത് മത്സ്യത്തൊഴിലാളി കടലിൽ പോകാനുള്ള നിയമം കൊണ്ടുവന്നത് ആരാ? ആരാ നിങ്ങൾ പറയണം. ഈ സെസ് നിയമം കൊണ്ടുവന്നത് ആരാ? മത്സ്യത്തൊഴിലാളികൾ നിങ്ങൾ ഈ ഗവൺമെന്റ് ആകെ കൊണ്ടുവന്ന ഒരു ഒറ്റ നിയമമേ ഉള്ളൂ നിലവില്. കഴിഞ്ഞ LDF സർക്കാർ VS അച്യുതാനന്ദൻ നേതൃത്വം S ശർമ്മ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ കൊണ്ടുവന്ന പാതിരാ സമയത്ത് നിയമസഭയിൽ കൂടി വന്ന KV അബ്ദുൽ ഖാദറിന്റെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തില് ഇവിടെ 4 നിയമങ്ങൾ കൊണ്ടുവന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കടാശ്വാസ കമ്മീഷൻ കേരളം അംഗീകരിച്ച ഒരു പ്രബുദ്ധമായ ഒരു നിയമം കേരള കടാശ്വാസ കമ്മീഷൻ. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് നൂതനമായ പദ്ധതി കൊണ്ടുവന്നു. ഞാൻ എണ്ണി പറയാം. തണൽ എന്നൊരു പദ്ധതി കെ ബാബു ഫിഷറീസ് മന്ത്രിയായിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ ഉമ്മൻചാണ്ടി ഈ ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് തണൽ എന്നൊരു പദ്ധതി കൊണ്ടുവന്നത്. ഇതൊക്കെ കടലാസിൽ എഴുതിയെന്നല്ലാതെ ഒരു മത്സ്യത്തൊഴിലാളിക്കും ഇവിടുത്തെ ആരും വരുന്നില്ലല്ലോ. ഒരു മിനിറ്റ് പറയട്ടെ. അത് കടലാസ് ഇവിടുത്തെ ആരും വരെ ഇവിടുത്തെ സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ പെൻഷൻ പോലും തടഞ്ഞു വെച്ച ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. സാധാരണ പെൻഷൻ പോലും കൊടുക്കാതെ എന്നിട്ടാണ് തണലും വെയിലും ഒക്കെ പറയുന്നത്. അത് കൊടുക്കട്ടെ. ഇവിടെ നേരത്തെ പരാമർശിച്ച പോലെ TN പ്രതാപൻ എന്തോ മഹത്തരം കാണിച്ചപ്പോ കേന്ദ്ര സർക്കാർ അപ്പൊ തന്നെ ആ ഉത്തരവ് നടപ്പാക്കുന്നൊക്കെ ശുദ്ധ അസംബന്ധം പറയുന്ന എന്റെ സുഹൃത്ത് പറയുന്നത് വെച്ചാൽ ഈ TN പ്രതാപൻ ഒരു രാഷ്ട്രീയ നാടകം കളിച്ചാണെന്ന് കേരളത്തിലെ പ്രബുദ്ധരായ മത്സ്യത്തൊഴിലാളികൾക്ക് അറിയാം. ഇവരൊക്കെ ധാരണ മത്സ്യത്തൊഴിലാളികൾ ഒന്നിനും കൊള്ളാത്തവരാണെന്നാണ്. ആ ധാരണ മത്സ്യത്തൊഴിലാളി തിരുത്തിയെന്ന് വെച്ചാൽ TN പ്രതാപന്റെ അത് നാടകമായിരുന്നു എന്ന് വെച്ചാൽ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഈ ഇത്തരത്തിലുള്ള ജനദ്രോഹ നടപടികൾ കൊണ്ടുവന്നത് 90കൾക്ക് ശേഷം നരസിംഹറാവു ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകളാണ്. ആ ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്നപ്പോൾ ഒരക്ഷരം മിടിക്കാത്ത ആളുകൾ ബഹുമാനപ്പെട്ട കഴിഞ്ഞ ഗവൺമെൻറ്റിൽ 8 മന്ത്രിമാർ കേരളത്തിൽ കോൺഗ്രസിനുണ്ട്. അവർ പോലും ഒരു ചെറുവിരൽ നനക്കാതെ BJP വന്നപ്പോൾ BJP കോൺഗ്രസിൻ്റെ മറ്റൊരു വശമാണെന്നുള്ളത് ആ BJP ഗവൺമെൻറ് വന്നപ്പോൾ ഒരു പൊറാട്ട് നാടകമായിട്ടാണ് TN പ്രതാപനും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇത്തരത്തിലുള്ള വേഷങ്ങൾ നടന്നത്. ഈ വിഷയങ്ങൾ ഉണ്ടാക്കിയത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിന് ഇവിടുത്തെ തൊഴിലാളി താല്പര്യമല്ല മുഖ്യം, ഇവിടുത്തെ മുതലാളിമാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് കടൽ തീരെഴുതി കൊടുക്കുന്ന ഈ നയം 25 വർഷക്കാലമായിട്ട് തുടർന്നതിൻ്റെ ഭാഗമാണ് കേരളത്തിലെ കടലോരം ഈ രീതിയിലേക്ക് എടുക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫിഷറീസ് മന്ത്രിയായിട്ട് അറിയപ്പെടാൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആൾക്ക് താല്പര്യമില്ല. ഫിഷറീസ് വകുപ്പ് മന്ത്രി വിളിക്കുമ്പോൾ തന്നെ അയാൾക്കൊരു നാണക്കേടാണ്. എനിക്ക് അനീഫാടും ആളുകളോട് ചോദിക്കാനുള്ളത്, ഇവർ കുറെ കാലങ്ങളായി തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ജനങ്ങൾക്കും വേണ്ടി മുതലാളിത്തത്തിനും ഇതിനൊക്കെതിരായി പോരാടുന്നവരാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ബംഗാളിൽ 4ാം സ്ഥാനത്തേക്കും 5ാം സ്ഥാനത്തേക്കും തള്ളി. കേരളത്തിലും നിരന്തരമായി തോൽക്കുന്നു. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു വടാവൃക്ഷമുണ്ട്. ആ വടാവൃക്ഷത്തിന്റെ അവസ്ഥ ഇന്ന് എന്താണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. എന്നിട്ട് CPM മേലേക്ക് കയറിയാൽ മതി. മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തുന്നുണ്ട്. എന്നാലും ഇവിടെ കടലിൽ പോകുന്ന ജനങ്ങൾക്കറിയാം
ഇപ്പോഴും എങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയാലും ഈ പദ്ധതികളെല്ലാം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അവസാനം ഇവരുടെ ചട്ടിയിലേക്ക് വരുന്നത് വളരെ തുച്ഛമായ സംഖ്യകളാണ്. അത് ആദിവാസികളുടെ കാര്യത്തിലായാലും മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിലായാലും തോട്ടം തൊഴിലാളികളുടെ കാര്യത്തിലായാലും അവസാനം ഇവരുടെയൊക്കെ ഭക്ഷണമേശയിലേക്ക് വരുന്നത് നിസ്സാരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ മാത്രമാണ്. ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ പോരാ, നമുക്ക് ഈ ആനുകൂല്യങ്ങളെല്ലാം അവർക്ക് പ്രയോജനകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് കേരളം മാറുന്ന ഒരു കാലഘട്ടം ഉണ്ടാകണം. അതിനു വേണ്ടിയായിരിക്കണം ഈ പ്രാവശ്യത്തെ വോട്ട്. ആ വോട്ടിന് വേണ്ടിയിട്ട് ഈ വോട്ടുകട എന്നുള്ള പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നന്ദി.